പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടിയെ നമ്മൾ അടുത്ത് അറിയുന്നത് അതിൻ്റെ സാക്ഷ്യങ്ങളിലൂടെയാണ്. ഉടമ്പടിയിലുള്ള ദൈവഭാഗമെന്ന് പറയുന്നതും സാക്ഷ്യങ്ങളാണ്. എന്താണ് ദൈവഭാഗമെന്ന് പറയണത്? ഉടമ്പടിയിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് മനുഷ്യഭാഗമുണ്ട്, പിന്നെ ഒന്ന് ദൈവഭാഗമുണ്ട്. മനുഷ്യഭാഗമെന്ന് പറയുന്നത് നമ്മൾ വെക്കുന്ന നിയോഗങ്ങളാണ്. ദൈവഭാഗമെന്ന് പറയുന്നത് ആ നിയോഗത്തിൻ്റെ മേൽ ദൈവം എടുക്കുന്ന നടപടികളാണ്. ആ ദൈവഭാഗമാകുന്നത് നമ്മളത് സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നമ്മളത് പൊതുജന സമക്ഷം ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോഴുണ്ടാകുന്നത് ഒന്ന്, നമ്മളത് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റുപറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മളതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് ആൻഡ് ക്ലെയിം ദൈവതിരുസന്നിധിയിൽ ദൈവത്തിൽ നിന്നാണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായി ദൈവത്തെ അംഗീകരിക്കുക. ദൈവവിശ്വാസിയുടെ മുമ്പിലുണ്ടാകുന്ന ഏറ്റവും വലിയ ആദ്യമായുള്ള ദൈവശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തെ അംഗീകരിക്കുകയാണ്. അപ്പോൾ നമ്മളോർക്കും ദൈവത്തെ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിലനിൽക്കും. പക്ഷേ മറ്റുള്ളവരെ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അംഗീകരിക്കണം. നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ അതുകൊണ്ടാണ് ദൈവത്തെ അംഗീകരിക്കേണ്ടത്. ചില ആൾക്കാർക്ക് പോരായ്മയാകും. അത് കുറച്ച് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ സ്വന്തം കഴിവ് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് അവിടെ ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു കുറച്ചിലായിട്ട് വരും. ബൈബിൾ എപ്പോഴും കൈകാര്യം ചെയ്യുന്നൊരു വിഷയമാണ് ദൈവത്തെ അംഗീകരിക്കുന്നത് കൊണ്ടുള്ള പോരായ്മകൾ. ശ്രുതിയുടെ ഹല്ലേലൂയ. റോമ 1:28 ദൈവത്തെ അംഗീകരിക്കുന്നത് പറഞ്ഞേ, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അപ്പോൾ 2 കാര്യങ്ങളാണ്. ദൈവത്തെ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ അത് നമ്മൾ വരുന്നൊരു അപകടം എന്ന് പറയണത് നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വചനം പറയണത് അറിയാവുന്ന വിചാരിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന് പറയും. നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദുരന്തം. അറിയേണ്ടവൻ അറിയുന്നുവെന്ന് വിചാരിക്കുന്നവൻ. 1 കൊരിന്തോസ് 8:2 അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അപ്പം നമുക്ക് ഉണ്ടാകാവുന്ന ഒരു ദുരന്തം, ഒരു നിശബ്ദ ദുരന്തം, ഒരു സൈലൻറ്റ് ട്രാജഡി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നതില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ ഓർക്കും അംഗീകരിക്കാതെ നമ്മളിവിടെ വന്ന് ഇങ്ങനെ ധ്യാനം കൂടുമോ? ധ്യാനം കൂടാം, പക്ഷെ ദൈവത്തെ അംഗീകരിക്കാതിരിക്കാം. ധ്യാനം കൂടുന്നതും ദൈവത്തെ അംഗീകരിക്കുന്നതും രണ്ട് വിഷയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേൽഗതി ഉണ്ടായാൽ നിങ്ങൾ സാക്ഷ്യം പറയാൻ താമസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഈ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നടക്കുമായിരുന്നല്ലോ എന്നുള്ള ചിന്തയാവാം. അത് ഞാൻ മാത്രമല്ലല്ലോ, പ്രാർത്ഥിക്കാത്തവരൊക്കെ PSCയിൽ റാങ്ക് ലിസ്റ്റ് കയറിയല്ലോ എന്ന് സ്വാഭാവികമായിട്ട് വരാം. പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് ദൈവത്തെ അംഗീകരിക്കുന്നവരുടെ മാത്രമായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് മറ്റുള്ളവർ മഹത്വപ്പെടുത്തത്തില്ല. കാര്യം എന്താണ്? അവർ പ്രഖ്യാപിതമായിട്ട് ദൈവത്തെ അംഗീകരിക്കാത്തവരാണ്. തങ്ങളുടെ കഴിവും ബുദ്ധിയും കൊണ്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നതെന്ന്. ഇതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രലോഭനം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു മനുഷ്യൻ്റെ നമ്മുടെ കഴിവും ബുദ്ധിയും കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിനകത്ത് ദൈവത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല എന്ന്
നമ്മൾ നിശബ്ദമായിട്ടെങ്കിലും അവബോധ മനസ്സിൽ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ അവർ പറയത്തില്ല, ഇത് എനിക്ക് 5-6 മാസം മുമ്പ് കിട്ടിയ അനുഗ്രഹമാണ്, ഞാനിപ്പോഴാണ് സാക്ഷ്യം പറയാൻ ഒത്തതെന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? അത്രയും ടൈം എടുക്കണത് എന്താണ്? സാധാരണ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലാണെങ്കിൽ പരിശുദ്ധാത്മാവ് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും. പരിശുദ്ധാത്മാവ് സ്ലോ ഡൗൺ ചെയ്യുന്നത് കൊണ്ടാണ് സാക്ഷ്യം പറയാൻ 6 മാസം എടുക്കുന്നത്. സാക്ഷ്യം പറയാൻ 6 മാസം എടുക്കുന്നത് കൊണ്ട് വരുന്ന ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വളരെ മന്ദഗതിയിലാണ് ഈ വ്യക്തിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇനി നിങ്ങൾ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾ എപ്പോഴും ഓർത്തേക്കണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സാക്ഷ്യം പറയാൻ താമസിക്കുന്നവർ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കാരണം, സാക്ഷ്യം പറയാൻ താമസിക്കുന്നതിൻ്റെ കാരണം അത് നമ്മളുടെ ക്ലെയിമിലും ക്രെഡിറ്റിലുമാണോ സംഭവിച്ചത്, അത് ദൈവം ഇടപെട്ടതാണോ എന്ന് നമുക്ക് സംശയമാണ്. ഈ സംശയമാണ് നമ്മളെ ഇങ്ങനെ 6 മാസം തള്ളി നീക്കിയത്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളോട് പെട്ടെന്ന് നമുക്ക് ക്ലാരിഫിക്കേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലാരിഫൈഡ് ആവും. നിങ്ങൾക്കൊരു വിഷയത്തെക്കുറിച്ച്, ദൈവികമായ കാര്യങ്ങളെക്കുറിച്ച് പെട്ടെന്ന് വ്യക്തത കിട്ടുന്നില്ല, മന്ദഗതിയിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നിങ്ങളിലുള്ള ആത്മാവ് മന്ദഗതിയിലാണെന്നും നിങ്ങൾ ലോകാത്മാവിനാൽ നയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. അല്ലാതെ നിങ്ങൾ സാക്ഷ്യം പറയാൻ നിങ്ങൾ പ്രതികളൊന്നുമല്ല. പ്രതികളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതികളാകുന്നതിൻ്റെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ വളരെ സ്ലോഗതി, അതിൻ്റെ കള്ളനും വെള്ളിയും നെല്ലും പതിരും തിരിക്കാൻ യു ടേക്ക് 6 months, 6 മാസം എടുത്തു ഇത് ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയാൻ. അത് ഭയങ്കരമായൊരു സ്പിരിച്വലായിട്ടുള്ള കലാമിറ്റിയാണ്. നമ്മുടെ അതായത് ആധ്യാത്മികമായിട്ട് വരുന്ന ഇതുപോലെയുള്ള ഒരു കലാമിറ്റി, എന്താ ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവികമായ പ്രവർത്തനങ്ങൾ അറിയാൻ, നമ്മൾ തന്നെ അറിയാൻ ടൈം എടുക്കുന്നത്. അത് നിസ്സാര കാര്യമല്ല. ശരിക്കും ഞങ്ങളെപ്പോലെയുള്ളവർ പറഞ്ഞാൽ മാത്രമേ ശരി ആൾക്കാർ സാക്ഷ്യം പറയത്തുള്ളൂ. പറഞ്ഞ് ഓർപ്പിച്ച് കൊടുക്കണം. കാര്യം ഇത് എന്നതിൻ്റെ അർത്ഥം ഓർപ്പിച്ച് ഞങ്ങളെ സാക്ഷ്യം പറയണമെന്ന് ഞാൻ ഓർപ്പിച്ച് തരുമ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം എന്താ? 50 മാർക്കേ നിങ്ങൾക്കുള്ളൂ. എന്താണ് 50 മാർക്ക് എനിക്കുള്ളതാണ്? ഞാൻ ഓർപ്പിച്ചിട്ടാണ് നിങ്ങളത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കളയണമെന്നല്ല, സീറോ അടിച്ച് പോരുത്. ഞാൻ പറഞ്ഞാലും അങ്ങനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെക്ടിഫൈ ചെയ്ത് സാക്ഷ്യം പറഞ്ഞ് മാറ്റണം. കാര്യം എന്താ കാര്യം? അത് നിങ്ങളുടെ തന്നെ തന്ന കൃപ. സാക്ഷ്യം പറയുമ്പോൾ 2 കാര്യം സംഭവിക്കും. ഒന്ന്, നിങ്ങൾക്ക് തന്ന കൃപയിൽ നിങ്ങൾ നിലനിൽക്കും. പിന്നെ നിങ്ങളത് ദൈവം അത് എടുത്ത് തിരിച്ചെടുക്കത്തുമില്ല. സാക്ഷ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. കാര്യം എന്താ? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടില്ല. അത് പോരായ്മയെ കരുതിയത് കൊണ്ട് 2 കാര്യങ്ങൾ സംഭവിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കുമെന്ന ബൈബിൾ പറയണത്. റോമ 1:28. ഒന്നെന്താണ്? നിങ്ങൾ അധമ വികാരങ്ങൾ കേൾപ്പിക്കപ്പെടും. എന്ന് വെച്ചാൽ ദൈവത്തെ നിരക്കാത്ത വികാരം ഉണ്ടാകും. ഇതൊക്കെ ഇമോഷണലായിട്ട് പെരുമാറും. ഇപ്പോൾ ഒരു ജെയ്സൺ എന്ന് പറയുന്ന സഹോദരൻ്റെ സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ സാക്ഷ്യം തോന്നണം. അപ്പോൾ ജെയ്സൺ പറഞ്ഞത്, ഞാൻ വൈഫാണ് ഉടമ്പടി എടുത്തത്, ഞാൻ അവളുടെ കൂടെ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. എൻ്റെ വിഷയമാണ് അതിൻ്റെ അകത്ത് പറയണത്. വൈഫിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും വൈഫിനെ കൊണ്ടാണ് ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വർക്കെന്ന് പറയുന്നത്, ഞാനൊരു നല്ല ഷെഫാണ്. അതിൻ്റെ ഒരു ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ഷെഫാണത്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് നല്ലവണ്ണം ഭക്ഷണം പാകം ചെയ്യാൻ നല്ലവണ്ണം അറിയാം. ഏത് പട്ടിക്കാട്ടി കൊണ്ടുപോയി ഒരു ഹോട്ടലിട്ടാലും പട്ടാളം പോലെ ആൾ കയറും. കാര്യം ഭക്ഷണം രുചികരമായിട്ട് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് നല്ല കോൺഫിഡൻസ് ആണ്. അദ്ദേഹത്തിൽ നല്ല കോൺഫിഡൻസ്. നമ്മുടെ ഒരു വിഷയം, ഈ ഓവർ കോൺഫിഡൻസുകാർ അവർ ഡേഞ്ചർ സോണിലാണ്. എപ്പോഴും ഒരു വിഷയത്തെക്കുറിച്ച് ഓവർ കോൺഫിഡൻസുകാരില്ലേ, അമിതമായ ആത്മവിശ്വാസമുള്ളവർ ഡേഞ്ചർ സോണിലാണ്. അവർ 2 തരത്തിലുള്ള ഡേഞ്ചർ സോണിലാണ്. ഒന്ന്, ഓവർ കോൺഫിഡൻസുകാർക്ക് പറ്റണത് അവർ എല്ലാ കാര്യവും അവരുടെ അക്കൗണ്ടിലേക്കാണ് വരവ് വെക്കുന്നത്. ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കത്തില്ല. കാര്യം എന്താണ്? ഇപ്പോൾ ദാനം ചെയ്യാത്തവരില്ലേ, ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടും ദാനശീലം വരാത്തവരെന്താണ്? എന്തുകൊണ്ടാണ് ദാനം ചെയ്യാത്തവർ? ഉടമ്പടി എടുത്തു, പക്ഷേ എന്നാലും ദാനം ചെയ്യത്തില്ല. നിങ്ങൾ ഇവിടെ കുത്തിരിക്കണത് കുറച്ച് പ്രൊഫഷണൽ ധർമ്മക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ പോലെ അല്ല. അത് പിന്നെ അവരുടെ പ്രൊഫഷനാണ്. അതല്ല. ഇപ്പോൾ ഈ ജെയ്സനൊക്കെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയ്സൺ
കറക്റ്റ് കർത്താവിൻ്റെ അഭിഷേകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെയ്തത് എന്താണ്? ആ നാട്ടിലുള്ള എനിക്കാണത് ഇവിടെയാണെന്ന് തോന്നണം, അതായത് ഇരിങ്ങാലിക്കൂടെ. അപ്പോൾ ആ നാട്ടിലുള്ള വണ്ടി ഇടിച്ച് കിടക്കുന്നവരുടെ എല്ലാം വീട്ടിൽ ചെല്ലും, ആരും പറഞ്ഞിട്ടില്ല. അപ്പം അവർ വണ്ടി ഇടിച്ച് കിടക്കുന്നവർ, പണ്ട് സ്കൂട്ടർ ഇടിച്ച് കിടക്കുന്നവരും ബൈക്ക് ഇടിച്ച് കിടക്കുന്നവരും കൈ ഒടിഞ്ഞവരും പ്ലാസ്റ്റർ കിടക്കുന്നവരൊക്കെ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെന്നിട്ട് അവരുടെ വിശേഷം ആദ്യമായിട്ടും കാണുകയായിരിക്കും. ജെയ്സൺ എന്ന് പറഞ്ഞ ആൾ ഇവരെ ആദ്യമായിട്ടും കാണുകയാണ്. അപ്പോൾ അവർ തന്നെ ചോദിക്കും, എങ്ങനെയാണ് ചേട്ടനെ എന്നെ അറിയത്തില്ലല്ലോ, ഞാനിങ്ങനെ വണ്ടി അപകടത്തിൽ പെട്ടെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അയാൾ പറയും, ഞാൻ ചോദിച്ചു വന്നു, ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയണത്, എനിക്ക് കാരുണ്യ പ്രവർത്തികൾ ചെയ്യണത് ഇപ്പോൾ ഒരു കൊതി പോലെയാണ്. ഒരു വ്യക്തിയുടെ ഒരു ഉടമ്പടി എങ്ങനെ ഒരു വ്യക്തിയെ മാറ്റണം എന്ന് നോക്കിയേ. കാരുണ്യ പ്രവർത്തികൾ ചെയ്യണത് അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അവർക്ക് സഹായം നൽകുന്നത് ഒരു തീരാത്ത കൊതി പോലെയാണ്. അതായത് അതിലൊരു ആന്തരിക അഭിഷേകം കിട്ടിയിട്ടുണ്ട്. പണ്ട് ഉടമ്പടിക്ക് മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നോ? അന്ന് എന്താ സംഭവിച്ചത്? അതുകൊണ്ടാണ് ഉടമ്പടിക്ക് മുമ്പ് ഒരു ദാനധർമ്മം ഇല്ലാത്തതിൻ്റെ കാരണം, നമ്മൾ ദാനധർമ്മം ചെയ്യാത്ത ആൾക്കാർ അല്ലെങ്കിൽ സഹായിക്കാത്ത ആൾക്കാർ, അവരെ ഞാൻ കുറ്റം പറയത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ നമ്മൾ ഒരു കൊട്ടയിൽ കുറച്ച് ആപ്പിൾ ഇരിക്കണമെന്ന് വിചാരിച്ചോ. അപ്പം ഒരു കൊട്ടയുണ്ട്, ഒരു 200 ആൾക്കാരും ഉണ്ട്. അവരെല്ലാം കൂടി ഇടിച്ച് ഇതിനകത്ത് കയറിയാൽ മാത്രമേ നമുക്ക് ആപ്പിൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകണം എന്താണ്? ഇടിച്ച് നെക്കി അതിൻ്റെ അകത്ത് വേർത്തൊലിച്ച് നാട്ടുകാരുടെ മുട്ടുകൈ കൊണ്ടൊക്കെ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. കയറി ഒരു ആപ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ 2 ആപ്പിൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ, ഒരുത്തൻ അവിടെ ഇടിക്കാൻ നിവൃത്തിയില്ലാത്തവനും മുട്ടാൻ നിവൃത്തിയില്ലാത്തവനും കൈ നീട്ടുമ്പോൾ പറയും, ഞാൻ ഇടിച്ചാൽ വാങ്ങിച്ചത്, നിങ്ങൾ ഇടിച്ച് വാങ്ങിച്ചോളാൻ പറയും. അതെന്താണ്? നമ്മളതിൻ്റെ അത് സ്പെൻഡ് ചെയ്താൽ കൊണ്ടാണ്. ഇതിൻ്റെ അത് വരുന്ന ഒരു ടെക്നിക്കെന്ന് പറയുന്നത്. കാര്യം ആൾക്കാർ ദാനം ചെയ്യാത്തതിൻ്റെ കാരണം, ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഈ നിലയിലെത്തിയത്, അങ്ങനെ ഓശാര നീ ഇരുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് പുഴുങ്ങി തിന്നണ്ട. ഇതാണ് നിലപാട്. ഉടമ്പടിയിൽ വരുമ്പോൾ ഈ എല്ലാവരുടെ മനസ്സിലിരിക്കുന്ന ഒരു രഹസ്യ നിലപാടെന്ന് പറയുന്നത്, ദാനം ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് പഠിച്ചാണ് ഇവിടം വരെ എത്തിയത്. നീയും അതുപോലെ. അപ്പോൾ ഒരു നീതിബോധം അതിൻ്റെ അകത്തുണ്ട്, ഒരു നീതിബോധമുണ്ട്. പക്ഷെ ഇത് ദൈവത്തിൻ്റെ നീതിയല്ല. ദൈവത്തിൻ്റെ നീതിയും ഭയങ്കര വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ പറയും, അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇവനൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ കൊടുത്താലേ, നമ്മൾ കൊടുക്കണ കൊണ്ട് വേറെ ആൾക്കാർ പോയി വെള്ളമടിക്കുകയുള്ളൂ എന്ന് പറയും. അത് നമ്മളെ പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ പറയണതാണ്. നമ്മൾ ധർമ്മക്കാർക്ക് ചില ആൾക്കാർ പൈസ കൊടുക്കത്തില്ല. എന്താ കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ പറയാം, നമ്മൾ കൊണ്ട് വെള്ളം അടിക്കുമെന്നും. അപ്പോൾ ഒക്കെ CBI അന്വേഷണമാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശ് കൊണ്ട് അയാൾ വെള്ളം അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി. ഇതൊന്നുമല്ല, പുള്ളിക്ക് അത് കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈശോ എന്താ പറയുക വെച്ചാൽ, ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ പറയുന്നു. മുൻപ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ടേക്ക് ദി ബെഡ് ഓഫ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മത്തായി 5:42. മത്തായി 5:42. ചോദിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് തോന്നുന്നു ഇത് ശരിയല്ലല്ലോ ഈ പറയണത്. ചോദിക്കുന്നതിനൊക്കെ കൊടുക്കാൻ പറ്റുമോ? വായ്പ വാങ്ങാൻ വരെ പറയുന്നവർക്ക് ഒഴിഞ്ഞു മാറിയത് നമ്മൾക്ക് പിന്നെ അവസാനം നമ്മൾ തന്നെ അടക്കേണ്ടി വരികയില്ലേ? ഇതൊക്കെ ശരിയാണ്. മാനുഷ്യമായി പറഞ്ഞ ഇതെല്ലാം ശരിയാണ്. സുവിശേഷം മാനുഷ്യമായ നിലപാടിന് എതിരാണ്. എന്താ കാര്യം? സുവിശേഷ നീതി എന്ന് പറയുന്നത് മാനുഷിക നീതി, ലോകരാജ്യത്തിൻ്റെ നീതിയല്ല. ഇതൊരു ഭരണഘടനയിൽ ഇങ്ങനെ നമുക്ക് പറയുന്നത് കുഴപ്പമില്ല, കോടതിയിലൊക്കെ ഇത് വിലപ്പോവും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പോകത്തില്ല. കാര്യം എന്താണ്? ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. കർത്താവ് സംസാരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ നീതിയുടെ ലെവലിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം ചിലർക്ക് മനസ്സിലാകാത്തതിൻ്റെ കാരണം. ദൈവരാജ്യ നീതി, അതാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? നീതിയും സമാധാനം. ദൈവരാജ്യത്ത് എവിടെപ്പോൾ ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 14:17. റോമ 14:17.
ദൈവരാജ്യം എന്നാൽ പറഞ്ഞ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പൊ ഈ നീതിക്ക് സന്തോഷം നമ്മുടെ ജഡിക സന്തോഷമല്ല, മറിച്ച് എന്താണ്? ഇപ്പം ഒരാൾ ഒരു സംഭവം, നമുക്കൊരു ഉടുപ്പ്, 2 ഉടുപ്പുള്ളവന് ഒന്ന് കൊടുത്തില്ലാത്തതിന് കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. 2 സന്തോഷം ഉണ്ടാവും. ഒന്ന് നമ്മുടെ അലമാരി സാധനം പോയി കിട്ടിയില്ല എന്ന സന്തോഷമുണ്ട്. കുറേ സാധനം ഇരിക്കുമ്പോഴേ നമ്മൾ അലമാരി തുറക്കുമ്പോഴേ ഉടുപ്പിനൊക്കെല്ലാം നമ്മളുടെ ബഹുമാനമാണല്ലോ, നമ്മുടെ കാൽച്ചോട്ടി വന്ന് വീഴുമല്ലോ അത്. അപ്പോൾ വീട്ടുകാർ വിഷം ഉണ്ടാക്കി ഇത് ആർക്കും കൊടുക്കാൻ പാടില്ലേ എന്ന് വെച്ചാൽ അപ്പോൾ പറഞ്ഞാൽ നമ്മൾ പറയും ഇത് കണ്ടുമുട്ടേണ്ട ആൾക്കാരാണ്. ഇപ്പം എല്ലാവർക്കും ആവശ്യത്തിന് ഡ്രസ്സാണെന്ന് നമ്മൾ പറയും. എന്നാലും കുറച്ച് കഴിയുമ്പോൾ അലമാരി തിങ്ങുമ്പോൾ പറയും ഒരു അലമാരി മേടിക്കാം. അലമാരി മേടിക്കുമ്പോൾ കാശ് 40,000-40,000 രൂപയാവും. അതിനേക്കാൾ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാക്കിയാൽ മതിയല്ല. ആ ഒരു സന്തോഷം ഉണ്ടാകും കൊടുക്കുമ്പോൾ. അലമാരി കാര്യമാകുമെന്നുള്ള സന്തോഷം, അത് ജഡിക സന്തോഷമാണ്, ദൈവരാജ്യത്തിൻ്റെ അല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? ദാനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം ജഡിക സന്തോഷം എന്ന് പറയും. അതെന്താണ്? ലോക അരൂപിയാൽ നയിക്കപ്പെടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് സ്ഥലം കിട്ടിയല്ല, അതിന് പുതിയ സാധനം വാങ്ങിക്കാമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അതിൽ ആ ദാനത്തിലുണ്ടാകുന്ന സന്തോഷമാണ്. പക്ഷെ അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമല്ല. നിങ്ങളീ പറഞ്ഞ പല കാര്യങ്ങളും, നമുക്ക് അനുഭവിക്കുന്ന പല വിഷയങ്ങളും ദൈവവുമായിട്ട് ബന്ധമില്ലാത്തതാണ്. പക്ഷേ ദൈവത്തിൻ്റെ അക്കൗണ്ടിലാണ് നമ്മളിതൊക്കെ അനുഭവിക്കുന്നത്. പക്ഷേ സംഭവം ജഡിക സന്തോഷമാണ്. വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ദൈവരാജ്യം. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഈ നീതി, അതായത് നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട്. അത് ദൈവത്തിൻ്റെ നീതി മെരിട്ട് നോക്കാതെ ചെയ്യണ നീതിയാണ്. സ്നേഹത്തിൽ നിന്ന് വരുന്ന നീതിയാണത്. ഇപ്പോൾ ഈശോ ക്രൂശിക്കപ്പെട്ടു, ആ നീതി എന്താണ്? അപ്പോൾ നമ്മളെ നീതീകരിച്ചതിൻ്റെ ഒരു നീതിയാണ്. അപ്പം നമ്മളുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ദൈവം നമ്മളെ, എല്ലാ ദുഷ്ടന്മാർക്കും ശിഷ്ടന്മാർക്കും വേണ്ടി ദൈവം പാപത്തിന് പരിഹാരം ചെയ്തിട്ടുണ്ട്. എന്താണ് എക്സ്പെൻഡ് ചെയ്തത്? ഈശോ തൻ്റെ ജീവിതം ചെലവ് ചെയ്തപ്പോഴുണ്ടാകുന്നൊരു നീതി എന്താണ്? നമ്മളുടെ മെരിറ്റ് നോക്കിയിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് മറ്റുള്ളവരുടെ മെരിറ്റ് നോക്കാതെ നമ്മൾ അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുമ്പോൾ നമുക്ക് പരാതികളോ പരിഭവങ്ങളോ ഇല്ല. ഞാനിങ്ങനെ പറഞ്ഞത്, ഈ ജെയ്സൺ എന്ന് പറയുന്ന കക്ഷി അവസാനം പറഞ്ഞു നിർത്തുന്ന കുറേ കാര്യങ്ങൾ, ജെയ്സൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു സുവിശേഷമാണ്. അവസാനം ഇദ്ദേഹം പറയണത്, ഇപ്പോഴേ ഞാൻ വല്ലാത്ത ഒരു ആത്മസംതൃപ്തി ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുന്നുണ്ട്, ഞാൻ പറയണതെല്ലാം ആത്മീയ കാര്യങ്ങളാണ്, പക്ഷെ നിങ്ങൾ അത് ലോകത്തിൻ്റെ രീതി മനസ്സിലാക്കുന്നത് കൊണ്ട് എൻ്റെ സന്തോഷം നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എന്ത് രസമാണ് ആ സാക്ഷ്യങ്ങൾ. അതായത് ഞാൻ അനുഭവിക്കുന്നൊരു ആത്മീയ സന്തോഷമാണ്. ഇങ്ങനെ ആൾക്കാരെ കണ്ട് തിരക്കി പിടിച്ചൊക്കെ ഞാൻ ചെല്ലുമ്പോഴേ, എന്നിട്ട് ജെയ്സൺ പറയും, ഇപ്പോഴേ എനിക്ക് തോന്നണത്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇൻട്രോസ്പെക്ഷൻസ് ഒത്തിരി ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പോൾ തോന്നുന്നത് ഞാൻ എത്തേണ്ട ഇടത്ത് എത്തിയെന്ന് എനിക്ക് തോന്നണമെന്ന്. എന്തോ ഒരു കണ്ടൻറ്റഡ് ആയിട്ടുള്ള, ഹീസ് സോ കണ്ടൻറ്റഡ്. അതായത് അത് ഒരു ഉടമ്പടി ജീവിതം, ഒരു മനുഷ്യൻ നിന്ന്, എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഉടമ്പടി ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം, ഒരു ഇൻട്രോസ്പെക്റ്റീവായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് വരണത്. അദ്ദേഹം പറയണത്, എനിക്ക് തോന്നണത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി തന്നെ മാറി. ഇപ്പം ഞായറാഴ്ച പണ്ട് ആദ്യം വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചുകൊണ്ടിരുന്നത്. വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കൂടെ വന്നതേ ഉള്ളൂ. പക്ഷേ എന്നാ പറ്റിയെന്ന് വെച്ചാൽ വൈഫ് വളരെ കൃത്യമായിട്ട്, ഇവിടെ വിഷയം എന്ന് പറയുന്നത് 3 വിഷയങ്ങൾ ഉടമ്പടിയിലുള്ളത്. ഒന്ന്, അവർക്കൊരു സ്ഥാപനം തുടങ്ങണം. ഇങ്ങനെ ഷെഫല്ലേ, അപ്പോൾ ഹോട്ടൽ പോലൊരു സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങണം, അതൊന്ന്. രണ്ടാമത്തെ, വൈഫ് നേഴ്സാണ്, അവർക്ക് യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം. അതാണ് അവരുടെ രണ്ട് വിഷയങ്ങൾ. അതാണ് ഒരെണ്ണം ഞാൻ മറന്നുപോയി. 3 സബ്ജക്റ്റ് ഉണ്ട്, അതിൽ 2 ഇതാണ്. ഒന്ന്, വൈഫിൻ്റെ ഒരു ജോലി കിട്ടണം, പുള്ളിക്കൊരു സ്ഥാപനം തുടങ്ങണം. ഇതാണ് ഈ 2 വിഷയങ്ങൾ. അപ്പോൾ ഈ വിഷയത്തിൽ വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. വൈഫാണെങ്കിൽ അത് വളരെ സുന്ദരമായ രീതിയിൽ കർക്കശമായിട്ടും കൃത്യമായിട്ടും ക്ലിപ്തമായിട്ടും ഈ വിഷയം ഉടമ്പടി അനുഷ്ഠിച്ച് ജീവിക്കുകയാണ്. കൂടെ വന്നതിൻ്റെ പേരിൽ എനിക്ക് വൈഫ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ എലൂഫായിട്ട് നിൽക്കുകയാണ്. അതിനോട് ഡയറക്റ്റ് ഇൻവോൾവ് അല്ല, ഡയറക്റ്റ് അതിൻ്റെ അകത്ത് ഇൻവോൾവ് അല്ല. എന്നുവെച്ചാൽ അദ്ദേഹം എനിക്കുണ്ട് കുറ്റാലത്ത് എവിടെയോ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതുകൊണ്ട് ഭയങ്കര ചിലവായ ഒരു ഞായറാഴ്ച അല്ല ടൂറിസ്റ്റിനകത്തിന് ആൾ വരണത്. അതുകൊണ്ട് പുള്ളിക്കാരൻ കട അടക്കത്തില്ല.
തന്നെയല്ല 5 പള്ളികൾ ഈ സ്ഥലത്തുണ്ട്, പല സ്ഥലത്തായിട്ട് 5 സമയത്ത് കുർബാന ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ കുർബാനയ്ക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പുള്ളി പറയണത്, ഞാൻ അച്ഛൻ പള്ളി കുർബാനയ്ക്ക് കയറണം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല, ഇറങ്ങണതും കണ്ടിട്ടില്ലെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞത് ഈ വായനയാകുമ്പോൾ പുള്ളിക്കാരൻ കയറി വരും, അച്ഛൻ കുർബാന സ്വീകരണത്തിന് സമയമാകുമ്പോൾ പുള്ളി ഇറങ്ങിപ്പോകും, പ്രസംഗം കഴിയുമ്പോൾ പോകും. അപ്പോൾ വെച്ചാൽ ദൈവത്തിന് എന്തോ ഞാനിവിടെ ഉണ്ട്, ഈ പരിസരത്ത് തന്നെ ഞാനുണ്ട് എന്ന് ദൈവത്തിന് ഒന്ന് ഒരു അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ആധ്യാത്മിക ജീവിതമാണ്. അറ്റൻഡൻസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വിട്ടൊന്നും പോയിട്ടില്ല, ഞാനീ നാട്ടിൽ തന്നെ ഉണ്ട്. ദൈവത്തിനോട് പറയണതാണ്, ഞാൻ വിട്ടൊന്നും പോയിട്ടില്ല, ഞാനീ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന്. അതിൽ പകുതി ആകുമ്പോൾ കയറി വന്നിട്ട് കാൽഭാഗമാകുമ്പോൾ കയറി വരും, മുക്കാലാകുമ്പോൾ ആൾ തിരിച്ചു പോകും. അപ്പം അങ്ങനെ ഒരു ലൈഫാണ്. അപ്പം അങ്ങനെ ഒരു ലൈഫായപ്പോൾ എന്നാ പറ്റുക വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ ഉടമ്പടിക്ക് ആശ്രയം കാണാതെ പോയി. അത് പക്ഷേ വല്ലാത്ത ഒരു കാണാതെ പോക്കലായിപ്പോയി. കാര്യം ഉടമ്പടിക്ക് ആശ്രയം പണ്ട് ജെയ്സൻ്റെ വൈഫിനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവരൊരു പൊന്നുപോലെ ഇങ്ങനെ താലി പോലെ ഇങ്ങനെ നെഞ്ചിലിട്ടുകൊണ്ട് നടന്ന സംഭവമാണ്. പക്ഷെ അത് കാണാതെ പോയി. അവർ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നപ്പോൾ വീട്ടിൽ വന്ന് പിന്നെ ഒരു കടയിൽ പോയി കാപ്പി കുടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇത് കാണാനില്ല. വൈകുന്നേരം വൈഫാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച പോലെ. കാര്യം ഉടമ്പടിക്ക് ആശ്രയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ് അതിൻ്റെ ഉടമ്പടിയുടെ ആധാരമാണത്. പ്രമാണം പോയാൽ തീർച്ചയായിട്ടും ഉടമ്പടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു മിസ്സിങ് ദ കവനൻറ്റ്. പിന്നെ നിങ്ങൾ എന്ത് തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും കൃപാസനം അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി പോയെന്ന് പറയും. കാര്യം ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉടമ്പടിക്ക് ആശ്രയമാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈ പരിശുദ്ധ അമ്മ ആദ്യമേ തന്നത്, ഈ ഉടമ്പടിക്ക് ആശ്രയം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നൊരു വിഷയമെന്ന് പറയണത് ആ ഉടമ്പടി തന്നെ. കാര്യം ഉടമ്പടിക്ക് ആശ്രയം സൂക്ഷിക്കാൻ പറ്റാത്ത ആളിന് ഉടമ്പടി പാലിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്ന റീഡിങ്. അതെപ്പോഴും ഓർത്തേക്കണം. ഉടമ്പടിക്ക് ആശ്രയം നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായാൽ അതിൻ്റെ അർത്ഥം, എനിക്ക് അമ്മ എന്നോട് പറഞ്ഞിരിക്കുന്നത് അവളുടെ ഉടമ്പടിയിലല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടമ്പടിയിലാണെങ്കിൽ ഒരിക്കലും മിസ്സാകത്തില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഒരിക്കലും ഉടമ്പടി, പണ്ട് ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുമായിരുന്നു, ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കണില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൊതി എടുക്കുക, അല്ലെങ്കിൽ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പറയും, വണ്ടി വിട്ട് പോയിക്കൊള്ളാൻ പറയും. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ ഉടമ്പടി കാശ് നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഉടമ്പടി എടുക്കണം, അല്ലെങ്കിൽ ഉടമ്പടി എന്നേക്കാൾ ബ്രേക്ക് ചെയ്തിട്ട് ആലപ്പുഴ വിട്ടു പോകാൻ പറയും. പിന്നെ ഈ ജന്മത്ത് ആലപ്പുഴ വരുമെന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സീരിയസ് ആണ്. കാര്യം ഉടമ്പടി ജീവൻ പണയം വെച്ച് ഉടമ്പടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ആത്മാർത്ഥമുണ്ടെങ്കിൽ ഉടമ്പടി ചെയ്യണമെങ്കിൽ ഉടമ്പടി കാശ് ഒരിക്കലും മിസ്സാകത്തില്ല. മിസ്സായാൽ മാതാവ് കാണിച്ചു തരും. അതാണ് രസം. ഭർത്താവ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും കാണാനില്ലെന്ന് പറഞ്ഞാലും അച്ഛൻ ആ കേസ് പിടിക്കും. എന്താ കാര്യത്തിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞാൽ അമ്മയ്ക്കറിയാമല്ലോ, അമ്മയല്ലേ ഏറ്റവും വലിയ സാറ്റലൈറ്റ് ക്യാമറ. അപ്പോൾ ഈ ആളെവിടെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറയും, ഫസ്റ്റ് ടൈം നിങ്ങൾ മെസ്സേജ് നിങ്ങളെ ഉടമ്പടി പോകും, നിങ്ങൾ സെക്കൻഡ് ടൈമിൽ വരുമ്പോൾ നമുക്ക് മെസ്സേജ് എടുക്കാം, ആളെവിടെ ഉണ്ടെന്ന് പറയാം എന്നൊക്കെ പറയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ മെസ്സേജ് എടുത്തു കഴിഞ്ഞാലും ചില ആൾക്കാർ നന്നാകത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര വലിയ ആനക്കാര്യമല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ നമുക്കൊരു, നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളവരാണെങ്കിലേ അങ്ങനെ ഉണ്ട്. ഈ ദൈവത്തിനുള്ളവർ ഞങ്ങളെപ്പോഴും ശ്രമിക്കണം എന്താണെന്നറിയോ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കണത്. 2 തരം മനുഷ്യരുണ്ട്, ക്രിസ്തുവിനുള്ളവരുമുണ്ട്, ക്രിസ്തുവിനില്ലാത്തവരുമുണ്ട്. ഈ ഉള്ളവരോടാണ് പെട്ടെന്ന് ഈ ഉടമ്പടിയുടെ ഗുണം. അറ്റാക്ക് വിടപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. മർക്കോസ് 9:41. മർക്കോസ് 9:41. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് ഞങ്ങളെപ്പോഴും എനിക്കിതിൻ്റെ ഗുട്ടൻസ് ഏറെക്കുറെ അറിയാവുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഉടമ്പടി ഭയങ്കര കാർക്കശ്യം കാണിക്കും. ഇവിടെയൊക്കെ ഭയങ്കര ബഹളമായിരിക്കും ചില സമയത്ത്. കുമ്പസാരമില്ല, കുർബാനയില്ല, എന്നിട്ട് കാര്യം കാണാൻ വേണ്ടി മാത്രം വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിനെ ദുർവിനിയോഗിക്കാൻ പറ്റും. അതൊക്കെ ഭയങ്കര പടയിരിക്കും. പട കഴിഞ്ഞിട്ട് ഞാൻ പോകും. ഞാൻ പിന്നെ അടുത്ത കാര്യം ഈ അടുത്ത ആളിനെ അത് ബാധിക്കരുതല്ല.
അതുകൊണ്ട് ഞാൻ ഇന്ന് പോയി വരുന്ന പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരും. കാര്യം ഈ സാധനത്തോട്ട് നമുക്കൊന്നും നടക്കത്തില്ല. കാര്യം അവർ ദൈവത്തെ ദുരുപയോഗിക്കാൻ വേണ്ടി ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രം തന്നെയാണ്. അവർക്ക് ദൈവത്തെ വേണ്ട, ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ മാത്രം മതി. അപ്പം അങ്ങനെ ഒരു വർഗമുണ്ട്. ദൈവത്തെ അവർക്ക് വേണ്ട, പിന്നെന്ത് വേണം? ദൈവത്തിൻ്റെ ആനുകൂല്യം വേണം. അതാണ് വിഷയം. അവനെ ഒരിക്കൽ ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിച്ചവരൊന്നും ഞാൻ മോണിറ്റർ ചെയ്യത്തില്ല. കാര്യം ക്രിസ്തീയ വിശ്വാസം കർത്താവ് വിശുദ്ധമായ രക്തത്താൽ അവൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്തിട്ട് ദൈവം സൗജന്യ ദാനമായിട്ട് നൽകിയതാണത്. ആരെങ്കിലും കണ്ണിൽ കാണുന്നതിനെ കണ്ടപ്പോൾ തന്നെ ഈ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ പുറകെ പോയിട്ട് നാളെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞാൽ ഐ വിൽ നോട്ട് അലവ്. എന്താ അലവ്? അക്രൈസ്തവർ വരുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ വിശ്വാസം കിട്ടിയവൻ ഒരിക്കൽ ആ വിശ്വാസം ഏതെങ്കിലും മാംസമായ കാര്യം കുറച്ച് കൊള്ളാവുന്നൊരു മാംസത്തെ കണ്ടപ്പോൾ, കുറച്ച് കൊള്ളാവുന്ന ജോലിയുള്ളവനെ കണ്ടപ്പോൾ ക്രിസ്തീയ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അൾത്താരക്കാരെ സമ്മതിക്കത്തില്ല. എന്താ കാര്യം? അവർക്ക് അനുതാപം ഉണ്ടാകണം. വേറെ ഒരു വഴി അവിടെ മുമ്പിലില്ല. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് തങ്ങൾ ആത്മാവിനും അതായത് അവിടെ രക്തത്തിൽ പെടുന്ന കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനുള്ള സാഹചര്യം ഒരുക്കാർക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആധ്യാത്മികമായ ബാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവർ രക്ഷപ്പെടത്തില്ലെന്നും ഞാൻ പറയത്തില്ല. പക്ഷെ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. കാര്യം ഞാൻ ഒരിക്കൽ പ്രകാശം ലഭിച്ച ആളാണ് ഞാൻ. ആ പ്രകാശത്തെ ഞാൻ നഷ്ടപ്പെടുത്തി. എന്താണ്? ഒരു ലൈൻ അടിച്ച് ലവ് അടിച്ച് അവരെ കണ്ടപ്പോൾ കർത്താവിനെ അവൻ മറന്നു. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ കർത്താവിനൊന്നും മറന്നിട്ടില്ല, ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളറിയാമല്ലോ, നിങ്ങളുടെ രക്തത്തിൽ പെടുന്ന കുഞ്ഞിനെ, വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണം വളർത്താൻ വേണ്ടിയാണ് വിവാഹം സഭയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ് മുന്നിൽ കണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കണം. ഒന്നുകിൽ നിത്യത അല്ലെങ്കിൽ അനുദിന ജീവിതം. നിങ്ങൾ അനുദിന ജീവിതത്തിന് നിത്യതയ്ക്കുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ യേശുക്രിസ്തു മുമ്പിൽ വരാൻ നിങ്ങൾക്ക് എന്താണ് കാരുണ്യം? പിന്നെ വയറ്റിപ്പഴപ്പിനോ? അത് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയിക്കോളൂ. അതുകൊണ്ട് ഐ വിൽ നോട്ട് അലവ്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഈ വിഷയത്തെക്കുറിച്ച് കർത്താവ് നൽകിയ ചൈതന്യം, കർത്താവ് നൽകിയിട്ടുള്ള വിശ്വാസം പാരമ്പര്യമായിട്ട് കിട്ടിയാലും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം കൊണ്ടല്ല കിട്ടിയത്. അപ്പോൾ കുറച്ചുകൂടി അതിനോട് നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ല, നമുക്ക് സൗജന്യമായിട്ട് ദൈവം ദാനം തന്നിട്ടുണ്ടെങ്കിൽ, ക്രൈസ്തവ മാതാപിതാക്കന്മാരെന്ന നിലയിൽ അവരിൽ നിന്ന് നമ്മൾ ജനിച്ചതുകൊണ്ടാണ് നമുക്ക് വിശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് നമ്മൾ കഷ്ടപ്പെട്ട് നേടിച്ച വിശ്വാസത്തെക്കാൾ വിലയുള്ളതാണ്. എന്താ കാരണം? ദൈവം അത് നമുക്ക് സൗജന്യ ദാനമായി തന്നിട്ടുണ്ടെങ്കിൽ ആ സൗജന്യ ദാനത്തിന് ദൈവത്തിൻ്റെ 100% ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ വിശ്വാസം ഒന്ന് മനസ്സിലാക്കിയാൽ ആ വിശ്വാസം മാറിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ ബാധ്യതയുള്ളവനാണ്. അഥവാ എനിക്കത് ബാധ്യതയില്ല എങ്കിൽ, ഞാൻ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എറിഞ്ഞു കളഞ്ഞിരിക്കണം നിങ്ങളുടെ നിത്യതയും നിങ്ങളുടെ ആത്മാവിനുമാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അതിനെക്കുറിച്ച് നിങ്ങൾ അനുതപിക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഏർപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് ആഴമായ അനുതാപം അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ, കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് സാക്ഷ്യം, അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാം. കാര്യം ഉടമ്പടിയിൽ അനുതാപത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുന്നവർക്ക് ഉടമ്പടി എടുക്കാൻ ഞാൻ അനുവദിച്ചിട്ടുണ്ട്. എന്താ കാര്യം? ഉടമ്പടിയിൽ അനുതാപത്തിൻ്റെ കണ്ടന്റ് ഉള്ളതാണ്. അപ്പോൾ അനുതാപത്തിലേക്ക് വരാൻ ദൈവത്തോട് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ സമ്മതത്തിന് വിധേയമായിട്ട് നിൻ്റെ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവത്തെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും അറിയാമെന്ന സാഹചര്യം ഉണ്ടായിട്ടും ചില ആൾക്കാർക്ക് അറിയേണ്ടത് അറിയുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുന്നവനെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ വായിച്ചതുപോലെ അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടാകും. പക്ഷേ അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ആനുപാതികമായിട്ട് അനുതാപം ഉണ്ടാകണം. അജ്ഞതയുടെ കാലഘട്ടം. അപ്പോസ്തലപ്രവർത്തനങ്ങൾ 17:30. അപ്പോസ്തലപ്രവർത്തനം 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. ആഗ്രഹിക്കണമല്ല, ആജ്ഞാപനമാണ്. മനസ്സിലായില്ലേ?
ആത്മരക്ഷയുടെ ഭാഗമായതുകൊണ്ടാണ് ഇത് ആജ്ഞാപനം വന്നത്, അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ മതി. അജ്ഞാതയുടെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല. പക്ഷേ എന്താ പ്രശ്നം? ഇപ്പോഴാകട്ടെ എല്ലായിടത്തുമുള്ള എല്ലാവരുമാണ്, ആർക്കും ഒഴിവൊഴിവില്ല. എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. നിന്റെ ഒരു ദുരന്തം ദൈവത്തിൻ്റെ ആജ്ഞാപനമായിട്ട് നീ തിരിച്ചറിയണം. ഇപ്പം കാശുരം കളഞ്ഞു പോയതൊരു ദുരന്തമാണ്. ആ ദൈവത്തിൻ്റെ ആജ്ഞാപനമായിട്ട് അയാൾ തിരിച്ചറിയണം. എന്താ കാര്യം? കാശുരവൻ കളഞ്ഞു പോയ ഉടനെ ആ വൈഫ് അത് ശരിക്കും പറഞ്ഞാൽ അതിനു വേണ്ടി അവർ കാപ്പി കുടിച്ച കടയിൽ പോയി. പിന്നെ തലേ ദിവസം സുഭാഷ് പാർക്കിൽ പോയായിരുന്നു. വെളുപ്പിനെ വന്നിട്ട് സുഭാഷ് പാർക്ക് തുറപ്പിച്ച് അതിനകത്ത് അവരിരുന്ന സ്ഥലത്ത് പോയി നോക്കി, അവിടെ കണ്ടില്ല. കുറേ കഷ്ടപ്പെട്ട് അവസാനം ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് പോലും ഇല്ലെന്ന് ഓർത്തേക്കണം കേട്ടോ. അങ്ങനെ സംഭവമേ ഇല്ല ഇപ്പം. പക്ഷേ എന്ത് പറ്റി? ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടും പെട്ടെന്ന് കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ്? അവർക്ക് അവരുടെ പ്രോസസ്സായിട്ടിരിക്കുകയായിരുന്നാണ്, അവിടെ വിസ പ്രോസസ്സായിട്ടിരിക്കുകയായിരുന്നു. അത് മൊത്തം അടലപടലാടെ ഇങ്ങനെ പൊളിഞ്ഞു വീണ് എല്ലാം ക്യാൻസലായി. പിറ്റേ ദിവസം അവരയച്ച പത്രം, പിറ്റേ ആഴ്ചയിൽ അവരയച്ച മുഴുവൻ അപേക്ഷ റിജക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ കൊറിയറിൽ തിരിച്ചു വന്നു. ഇയാൾ ആശ്രയം വെച്ചുള്ള കടകളിൽ കച്ചവടം കുറഞ്ഞു. നോക്കി എല്ലാം. അതായത് നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു ദുരന്തമാണ്. അജ്ഞതയുടെ കാലഘട്ടത്തിൽ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും അനുദപിക്കണമെന്ന്. ഒരു ദുരന്തം വരുമ്പോൾ അനുതാപമാണ് ഉദ്ദേശിക്കുന്നത്. ദുരന്തം വെച്ചാൽ എല്ലാ ദുരന്തം, ചെറിയ ഒരു വിശപ്പ് പോലും ഒരു ദുരന്തമാണ്. ഒരു രോഗം പോലും ഒരു ദുരന്തമാണ്. അതുകൊണ്ടല്ലേ 13:4 വായിച്ചോളൂ ലൂക്കായുടെ സുവിശേഷം. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ്. ദുരന്തം പിന്നെ കണ്ട 13:4 എന്താ പറയണത്? ഏറ്റു പറഞ്ഞ സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. ദുരന്തത്തിന്റെ ഉദ്ദേശം എന്താണ്? പശ്ചാത്താപമാണ്. സിമ്പിൾ അല്ലേ? ക്രിസ്തുവിന്റെ കാലത്ത് സംഭവിച്ച ഒരു വർത്തമാനകാല ന്യൂസാണത്. വർത്തമാനം. അന്ന് സിലോഹയിലെ ഗോപുരം വീണ് കുറച്ച് പേര് മരിച്ചു. ആ വാർത്ത കർത്താവിനോട് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവരെല്ലാവരെക്കാൾ പാപികളാണെന്ന് ഞാൻ കരുതണില്ല, പക്ഷെ പശ്ചാത്താപിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയും ഈ ദുരന്തം ക്ഷണിച്ചു വരുത്തിയിരിക്കും ചെയ്യണമെന്ന്. ആ സത്യമായ ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ ദൈവം നമ്മളെ വഴി നടത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിവേചിച്ച് എന്തെങ്കിലും ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ദുരന്തം എന്ന് പറയുമ്പോഴേ മുഴുവനും മരണമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസി റിജക്റ്റ് ചെയ്യണത് ഒരു ദുരന്തമാണ്. പരീക്ഷയ്ക്ക് ഒരു വിഷയം കാണാതിരിക്കണത് ഒരു മൊഡ്യൂൾ കിട്ടാതിരിക്കണ ഒരു ദുരന്തമാണ്. കാര്യം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണ്ടേ, വീണ്ടും കാശ് മുടക്കണ്ടേ. അപ്പോൾ എല്ലാ വിഷയങ്ങളെയും ബൈബിൾ കാണിക്കുന്ന ട്രാജഡീസിനെ എല്ലാത്തിനെയും ഇതുപോലെയുള്ള പരാജയങ്ങളെല്ലാത്തിനെയും ഇതുപോലെ ദൈവം പശ്ചാത്താപത്തിലേക്കാണ് ക്ഷണിക്കണത്. ഇപ്പം എന്താ ഇവിടെ കാശുരം കളഞ്ഞു പോയി, അതൊരു ദുരന്തമാണ് ശരിക്കും പറഞ്ഞാൽ. കാശുരം കളഞ്ഞു പോയി, അതോടുകൂടി ദുരന്തം പടപെടാൻ സംഭവിക്കും. വിസ പോയി, വിസ എല്ലാം തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ അകത്ത് കച്ചവടം കുറഞ്ഞു. അപ്പം അതിന് ജെയ്സൺ പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ ഉടമ്പടി ജീവിക്കുന്നുണ്ടെങ്കിലും ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്, വാ പിടിച്ചാൽ ഞാൻ തെറി പറയുമെന്ന്. അധികം ഓർക്കൊന്നും. അതായത് ഭാര്യ ഉടമ്പടി എടുത്തിട്ടും ഭർത്താവ് തെറി പറയണത്, കാര്യം പുള്ളിക്കാരൻ ആൾക്കാരെ കൊണ്ട് അനുവദിപ്പിക്കണമെന്നുണ്ടെങ്കിലേ, ഇപ്പം ഈ നമ്മുടെ ഭായിമാരല്ലേ ഇപ്പം നമ്മുടെ ഹോട്ടലിലൊക്കെ ഉള്ളത്, അപ്പോൾ നമുക്ക് ഹിന്ദി അറിയാൻ പറ്റില്ല, പിന്നെ തെറിയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഹിന്ദി അറിയാൻ പറ്റാത്ത കൊണ്ട് അവനെ പറഞ്ഞ് താമസിക്കാൻ വേണ്ടി തെറി പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതൊന്നും സുവിശേഷമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, പിന്നെ വെച്ചുള്ള സംസാരങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ദൈവത്തിന് നിരക്കാത്ത ഈ സംസാരത്തിനകത്ത് വരുന്ന പാകപ്പിഴകൾ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം വളരെയായിട്ട്. കാര്യം നിങ്ങൾ സുവിശേഷം വായിക്കുകയും സുവിശേഷം പറയുകയും ചെയ്യുന്ന നാവിനെ കൊണ്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള. അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ എല്ലാം ദൈവം കുറച്ച് ശരിയാകും, കുറച്ച് ശരിയാകത്തില്ലെന്നല്ല. ദൈവത്തിൻ്റെ ഒരു പ്രശ്നം എല്ലാം ശരിയാകണമെന്ന് തന്നെയാണ്.
അപ്പം അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി ഉടമ്പടി ഒരു ജീവിതക്രമം എന്ന നിലയിലെ ഒരു ജീവിതക്രമം എന്ന നിലയിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അപരാധങ്ങൾക്ക് അനുതാപത്തോടെ ജീവിക്കുവാൻ എനിക്ക് പശ്ചാത്താപത്തിന്റെ അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. സ്വീകരിക്കുവാൻ ആഴമായ അനുതാപം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം നദി പോലെ ഒഴുകും, അനുഗ്രഹം നദി പോലെ ഒഴുകും, കൃപയുടെ വഴികൾ സഞ്ചരിച്ചിടാം, പ്രാർത്ഥനാവരമേകും സ്നേഹനാഥേ, കൃപയുടെ വഴികളിൽ സഞ്ചരിച്ചിടാം, പ്രാർത്ഥനാവരമേകും സ്നേഹനാഥേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് അനുതാപം താമസിക്കാൻ കാരണം? എന്താണ് അനുതാപം താമസിക്കാൻ കാരണം? ദൈവത്തെക്കുറിച്ചുള്ള അംബിഗ്വസ് ആയിട്ടുള്ള, അതായത് എന്താണ് അംബിഗ്വസ് എന്ന് വെച്ചാൽ വ്യക്തതയില്ലാത്ത, രണ്ട് ഭാഗവും ശരി, അതും ശരി ഇതും ശരി എന്നൊക്കെ പറയത്തില്ലേ. ദൈവത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ലെങ്കിൽ അനുതാപം താമസിക്കും. ഇപ്പോൾ ദൈവവിശ്വാസം എന്ന് പറയണതേ ഭയങ്കരമായ ഒരു കൃപയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ദൈവത്തെ വിശ്വസിക്കുകയല്ല, വിശ്വസിക്കുന്ന വിഷയത്തെക്കുറിച്ച് ക്ലാരിറ്റിയാണ് ആവശ്യമുണ്ടാകുക. വിശ്വാസത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശ്വസിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തത. വ്യക്തതയില്ലെങ്കിൽ വ്യാജോപദേശങ്ങൾ നൽകും. വിശ്വാസത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും ക്ലിയർ കട്ടായിട്ട് പറയണത്? ഞാൻ അമ്മയെ നേരിട്ട് കണ്ടുകൊണ്ടാണ്. അമ്മയെ നേരിട്ട് കണ്ടിട്ടുള്ള അതിന് ശേഷമുള്ള എൻ്റെ നിലപാടുകളും അമ്മയെ കാണുന്നുമുള്ള നിലപാടുകൾക്കും വ്യത്യാസമുണ്ട്. നേരത്തെ കാണുന്നതിന് മുമ്പ് ആൾക്കാരെ കോംപ്രമൈസ് ചെയ്താൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് ഇരിക്കുന്ന പശ്ചാത്താപമുണ്ട്. അതായത് ദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒത്തുതീർപ്പിന് വിധേയമാകും. അതും ശരി, ആ മതവും ശരി, ഈ മതവും ശരി, അവർ കാണിക്കണത് ശരി, ഇവർ കാണിക്കണത് ശരി. ആൾക്കാർക്ക് ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കും. മാധ്യമങ്ങളിലൂടെയൊക്കെ എന്തുമാത്രം പ്ലീസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാധ്യമം പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ദൈവത്തെ പോലും വിറ്റിട്ട് ജനങ്ങളുടെ കൂടെ കൂടും. ഇത് ദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിൻ്റെ ലക്ഷണമാണിത്. അത് സഭയുടെ ഉന്നത ശ്രേണി ഇരിക്കുന്നവർക്ക് പോലും ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? എപ്പോഴും മീഡിയാസിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ബാധ്യസ്ഥമായി പെടുമ്പോൾ ദൈവത്തെ നമ്മൾ തള്ളി മാറ്റിയിട്ട് ജനങ്ങളുടെ കൂടെ കൂടും. ഇതെല്ലാം പറ്റും. വിശ്വാസത്തിൽ ഡൈലൂഷൻ ആകുകയും ചെയ്യും, വ്യക്തത കുറഞ്ഞു പോവുകയും ചെയ്യും, അനുതാപം താമസിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശ്വാസത്തിൽ വ്യക്തത വരികയും അനുതാപത്തിലെ കൃത്യത ഉണ്ടാകുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. അനുതാപത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അനുതാപം ജനിക്കാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കാരണം ദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ടും വിശ്വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യതയില്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ എന്തുകൊണ്ടാണ്? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സ്നേഹം. ഇപ്പം നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. സ്നേഹത്തിന് ഒരു കുഴപ്പമുണ്ട്. സ്നേഹം ഏറ്റവും നല്ലതാണ്, പക്ഷേ എല്ലാ കുഴപ്പം പിടിച്ച സംഭവമാണ്. സ്നേഹം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് സ്നേഹത്തിന് ഓവർ പ്രാധാന്യം വരും. അപ്പോൾ വിവേചനം നഷ്ടപ്പെടും. പൗലോസ് അപ്പോസ്തലനെ പോലും വഴിതെറ്റിച്ചൊരു സംഭവമാണത്. തിമോത്തിയോട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തിമോത്തിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം തിമോത്തിയോട് പറഞ്ഞേടാ, വയറുവേദന കൊണ്ട് സഹിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കും വയറുവേദന ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ് അപ്പോസ്തലൻ. ആൾസറൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഈ വേദന, തിമോത്തിയുടെ വേദന പുള്ളിക്ക് മനസ്സിലാകും. അപ്പോൾ തിമോത്തിയോട് പറഞ്ഞ്, എടാ അത്ര വേദനയാണെങ്കിൽ ഇത്തിരി വീഞ്ഞ് ഉപയോഗിക്കണേ, വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ വെള്ളം അടിക്കണവന്മാരെല്ലാം പറയണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം അടിക്കാമെന്ന്. അത് ഒരു ഇത്തിരി സ്നേഹം കൊണ്ട് ഒരു സാധനം പെശകി വീണത്, ഒരു കോംപ്രമൈസ്, ഒത്തുതീർപ്പ് കാണിച്ചതാണ്. എവിടെയെങ്കിലും ഒത്തുതീർപ്പ് വന്നു കഴിഞ്ഞാൽ പിശാച് അത് കൃത്യമായിട്ട് മുതലെടുക്കും. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അംബിഗസ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എവിടെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് വന്നാൽ പിശാച് തന്ത്രപരമായിട്ട് നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യും, മുതലെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിതയിൽ നിങ്ങൾ സ്നേഹം കൂടുമ്പോൾ ആ സ്നേഹം കർത്താവ് പറയും എന്താണ്? എല്ലാത്തിനുപരിയായി ദൈവത്തെ. അതാണ് വിഷയം പറയുന്നത്. അതുകൊണ്ട് കൽപ്പന വെച്ച് സെസ് ചെയ്യണതിൻ്റെ കാരണം അതാണ്. എന്നെക്കാളുപരി
സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്. എന്തുകൊണ്ട് ഈശോയ്ക്ക് ആ വിഷയത്തിൽ കൃത്യതയുണ്ട്. കർത്താവ് അങ്ങനെ പറയാമോ? ഈശോയെ നീ തന്നെയല്ലേ പറഞ്ഞ ഒരു ശരീരമാണെന്ന് നീയല്ലേ തന്നെ പറഞ്ഞത്. എന്നിട്ട് ഇപ്പം എന്താ പറയണത്? എന്നേക്കാൾ ഉപരി ഈ ഒരു ശരീരത്തിൻ്റെ പേരിൽ സ്നേഹിക്കാൻ പോയാൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വൈഫിനെയോ ഭർത്താവിനെ സ്നേഹിച്ച ഐ ഡോണ്ട് വാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കർത്താവ്? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ നിൻ്റെ സ്നേഹങ്ങളെല്ലാം ശരിക്കും ചോദ്യചിഹ്നമായിട്ട് മാറും. നിസ്സാര കാര്യമല്ല ഇത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 10:37 എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നമ്മളെ ചിലർ കുഞ്ഞുങ്ങളോട് സ്നേഹം കാരണം ഒന്നും മിണ്ടത്തില്ല. ചില കുഞ്ഞുങ്ങളോട് ചില അമിത 2 കുഞ്ഞുങ്ങളുള്ള കാരണം അമ്മമാർക്ക് ഭയങ്കര 2 കുഞ്ഞുങ്ങളായതാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമായിരിക്കണം. മുഴുവനും 2 കുഞ്ഞുങ്ങളായത് കാരണം കുഞ്ഞുങ്ങളെ വെറുപ്പിക്കാതിരിക്കണം. അവൻ പള്ളിയിൽ പോകണില്ല, ഞായറാഴ്ച കിടന്ന് ഉറക്കമാണെങ്കിലും കിടക്കട്ടെ, ഇന്നലെ കുറേ പഠിച്ച് കാണും, കണ്ടാ പോരെ. ഈ വിശ്വാസം നിലത്തിലടിക്കണം പിടിച്ച്. എന്താ കാര്യത്തിൽ അവൾക്ക് ദൈവം നൽകിയ ഈ കുഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റത്തില്ല കണ്ണുണ്ട, കൈയുണ്ട്, എപ്പിലെപ്സിയാണ്, ഓട്ടിസമാണെന്ന് അറിയാൻ പാടില്ല. ദൈവം നല്ല കുഞ്ഞിനെ തന്നപ്പോഴേ ആ ദൈവത്തിനാണ് കുഞ്ഞിനേക്കാൾ കൂടെ സ്നേഹിക്കേണ്ടത്. ഇതിന് ഓട്ടിസം ആണെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഇവിടെ കണ്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? കരഞ്ഞ് വിളിച്ച്. എനിക്ക് അവരോട് കാണുമ്പോൾ സങ്കടം തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അരമണിക്കൂർ സഹിക്കാൻ പറ്റില്ല കുഞ്ഞു കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഇവിടെയുള്ള എല്ലാ രോഗികളെയും അവർ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഞാൻ ഓർക്കും, ദൈവം ഈ തള്ള ഈ കുഞ്ഞിനെയും കൊണ്ട് ജന്മം മുഴുവനും കൊണ്ടു നടക്കണമല്ല. എൻ്റെ ദൈവവേദലേ, നിനക്കൊരു കുഞ്ഞിനെ ഉണ്ടെങ്കിൽ അതിന് ഓട്ടിസം ഇല്ലാതെ ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ലാതെ ഒരു കുഞ്ഞിനെ നീ പ്രസവിച്ച് വളർത്തുന്നുണ്ടെങ്കിലേ ആ കുഞ്ഞിനേക്കാൾ കൂടി നീ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ അത് പ്രമാണത്തിനെതിരായിട്ട് വരും. എന്താ കാര്യം? നീ നിൻ്റെ കുഞ്ഞിനേക്കാൾ ഉപരി ദൈവത്തെക്കാൾ ഉപരി നിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. അവന് വേദപാഠം നോക്കണില്ല, അവൻ്റെ പ്രാർത്ഥനാ ജീവിതം നോക്കണില്ല, അതുപോലെ തന്നെ അവൻ്റെ അവൻ്റെ കുർബാന കടം നോക്കണില്ല. അപ്പം നിങ്ങളവർക്ക് ഇതൊക്കെ ഇപ്പോഴും നമ്മൾ ചോദിക്കും, ഇപ്പോഴെന്ത് ജാതിയും മതവും? ജാതിയും മതം ഇപ്പോൾ ഒന്നുമില്ല. ജാതിയും മതമായാലും എല്ലാം നിങ്ങൾക്ക് പണിയായിരിക്കും. ദൈവത്തിന് നിരക്കാത്തൊരു ജാതി കൊണ്ടുവന്ന കാര്യമില്ല. പക്ഷേ അതല്ല പ്രശ്നം. നിൻ്റെ ആത്മാവിനെ ഈശോന്താ പറഞ്ഞത്, നിങ്ങൾ ലോകം മുഴുവൻ നേടും, അമേരിക്കയിലും പോകും, അതുപോലെ തന്നെ നിങ്ങൾ PhD എടുക്കും, നിങ്ങൾ പറയുന്ന കേംബ്രിഡ്ജിൽ നിങ്ങൾ പ്രൊഫസറുമാകും. ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 16:26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിശാസിൻ്റെ ഒരു തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ഇല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കും. തീർന്നില്ല പരിപാടി. കർത്താവ് കടക്കൽ കൊണ്ട് കത്തി വെച്ചിരിക്കുകയാണ്. വൃക്ഷങ്ങളുടെ വേരിന് കുടലേക്ക് ഒഴിപ്പിക്കപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും, എല്ലാവരും മനുഷ്യൻ്റെ പറക്കാൻ പാറ്റ എന്താണ്? അവൻ ആഗ്രഹിക്കുന്ന ലോകം, അവൻ ഉദ്ദേശിക്കുന്ന ലോകം, അവൻ സങ്കല്പിക്കുന്ന ലോകം നേടാൻ വേണ്ടിയല്ലേ? നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ സങ്കല്പിക്കുന്ന ലോകം നേടാൻ വേണ്ടിയാണ്. പക്ഷെ കർത്താവ് ചോദിക്കുന്നത് എന്താണ്? ഈ സങ്കല്പിക്കുന്ന നിയോഗങ്ങളെല്ലാം നിറവേറിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അഥവാ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ചിലപ്പോൾ നമ്മൾ ഒരു വീട്ടിലെ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പണ്ട് പറയുമായിരുന്നു, നീ ഒരാളെങ്കിലും നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ, ദൈവമായിട്ട് ബന്ധമുള്ള ഉണ്ടെങ്കിൽ ദൈവം ആ വീടിനെ കളയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഇപ്പോൾ നിങ്ങൾ 4 പേരുണ്ട്, ആ 3 പേരും പോക്കാണെന്ന് വിചാരിച്ചോ, ഒരാളവിടെ ഉണ്ട്. ആ ഒരാളെ പ്രതി ദൈവം ആ വീട് കളയത്തില്ല. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ കാശവും കളഞ്ഞ്, വൈഫിൻ്റെ ജോലിയും പോയി, അവിടെ വീടെല്ലാം കൂപ്പുകുത്തുകയാണ് ഇപ്പോൾ ജെയ്സൻ്റെ. അപ്പോൾ ജെയ്സൻ്റെ വീട് കൂപ്പുകുത്തിയപ്പോൾ ജെയ്സൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഈ സംഭവം എല്ലാം കൈവിട്ട് പോകണമല്ല എന്ന് വിചാരിച്ച്. അപ്പോഴും ഒരാൾ കറങ്ങിത്തിരിഞ്ഞ് ഇയാളെ വീട്ടിൽ വരും. അമ്മ അങ്ങനെ ആളെ സെൻഡ് ചെയ്യും, അമ്മ ഒരാളെ സെൻഡ് ചെയ്യും. അപ്പോഴേ ജെയ്സൻ്റെ വീട്ടിൽ വന്നപ്പോൾ ജെയ്സൺ പറഞ്ഞു, ഇപ്പോൾ ഭയങ്കര വലിച്ചിലാ, എൻ്റെ വൈഫിൻ്റെ ജോലിയെല്ലാം റിജക്റ്റായി, പിന്നെ എൻ്റെ ജോലിയും ശരിയാകണില്ല, ഞാൻ ട്രൈ ചെയ്തിട്ടും കിട്ടണില്ല.
കടയൊക്കെ വിൽക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞേ, കൃപാസനത്തിൽ പോയായിരുന്നു, ഉടമ്പടി എടുത്തായിരുന്നു. ആരെടുത്ത്? വൈഫാണ് എടുത്തിരിക്കണത്. അപ്പോൾ ഈ ആ കൂട്ടുകാരൻ പറയവേ, ഏയ് നീയല്ലേ എടുക്കേണ്ടതല്ലേ, വൈഫല്ലല്ല എടുക്കേണ്ടത്. തെറ്റിപ്പോയി, എടുത്തപ്പോൾ തെറ്റിപ്പോയി. ജെയ്സൺ ഈ സമയത്ത് സ്കൂട്ടായതാണ്. വൈഫിൻ്റെ പെടലേക്ക് വെച്ചിട്ട് അവൾ ഉപസിക്കട്ടെ. ഞാനിങ്ങനെ തോന്നിയ ദിവസം തെറിയും പറഞ്ഞ് നടക്കുന്ന ആളല്ലേ. അതുകൊണ്ട് വൈഫിനെ കൊണ്ട് എടുപ്പിച്ച്. പക്ഷേ ഉടമ്പടി ഇവിടെ അക്സെപ്റ്റ് ആയിട്ടില്ല. കാശുരൂപം കാണാതെ പോയി. കാര്യം എന്താ? ഈ ഉടായ്പ് ജെയ്സൻ്റെ കയ്യിൽ ഈ ഉടായ്പിരിപ്പുണ്ട്. എന്താ കാര്യം? വൈഫിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ട് പുള്ളിക്ക് കൈ നനയാതെ മീൻ പിടിക്കണം. ഇത് നടക്കത്തില്ല. ഈ സംഭവം നടക്കത്തില്ല. ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ അപ്പനെയും അമ്മനെയും കൊണ്ട് നിങ്ങളുടെ കാര്യത്തിന് അപ്പനെയും അമ്മനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാരണം ദൈവം സത്യസന്ധമായിട്ട് നിൽക്കുന്ന കാരണം നിങ്ങളുടെ കള്ളക്കളികളെല്ലാം ദൈവത്തിന് അറിയാൻ പറ്റും. അതുകൊണ്ട് അത് ഇപ്പോൾ കാശുരൂപ നിങ്ങളുടെ വീട്ടിൽ കാശുരൂപൊക്കെ ഇരിപ്പുണ്ടാവും, പക്ഷേ ഉടമ്പടി കളഞ്ഞു പോയി കാണും. എന്താ കാര്യം? ദൈവത്തിനറിയാം ഇത് നിങ്ങളുടെ വിഷയമല്ല, യഥാർത്ഥ പ്രതി വേറെയാണ്. ഇപ്പോൾ പോലീസുകാർ കൊലപാതകമൊക്കെ നടന്നു കഴിയുമ്പോൾ പാർട്ടിക്കാരൊക്കെ വേറെ പ്രതികളെ കൊടുക്കുമല്ല. ഇപ്പോൾ ഉണ്ടാകുന്ന രീതിയില്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു, സത്യമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ തണുത്ത് കുത്തിക്കൊന്നവനെ പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ തണുത്ത്. ആ പിടിച്ചവനാരാണ്? അവനിതോട്ടൊരു ബന്ധമില്ല, അവൻ സ്ഥിരമായിട്ട് പിടികൊടുക്കുന്ന ആളാണ്. പക്ഷേ പത്രത്തെ പേര് വരും, അത് വരുമ്പോൾ പ്രതിയെ പിടിച്ചു. പക്ഷേ ഇത് പോലീസിലും നാട്ടിലൊക്കെ നടക്കും, പക്ഷേ ദൈവത്തിനും നടക്കത്തില്ല. പ്രതി ആരാണ്? ജെയ്സനാണ്. പിടിച്ചിരിക്കണ ആരാണ്? ഭാര്യയാണ് പിടിച്ചിരിക്കുന്നത്. അത് കേൾക്കത്തില്ല, സംഭവം ചെയ്തില്ല. അത് റിജക്റ്റായി, കാശുരൂപം പോയി. മൊത്തം സാധനം ഉടമ്പടി വെച്ച സാധനം മൊത്തം തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോൾ ഈ കൂട്ടുകാരൻ പക്ഷെ പറഞ്ഞപ്പോൾ ദൈവം ഇവരെ കൈവിടാഞ്ഞത് കൊണ്ട്, ദൈവം ഇതിൻ്റെ പിന്നിലുള്ളത് കൊണ്ട് കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ തന്നെ ജെയ്സന് പെട്ടെന്ന് കത്തി. ശരിയാണല്ല, നിൻ്റെ കയ്യിലല്ലേ ഉടായിപ്പിരിക്കണത്. പക്ഷേ അയാളെ ബേസിക്കായിട്ട് നല്ല മനുഷ്യനാണ്, അതുകൊണ്ടല്ല അയാൾ പിന്നീട് പോയി ഉടമ്പടി വിജയിക്കണത്. അയാൾ മോശക്കാരനല്ല. ഈ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ ചമ്മലിൽ ചെന്ന് ചാരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി ഒരു ഫ്രീ മൂവിങ്ങിന് വേണ്ടി ചെയ്തതാണ്. ഫ്രീ മൂവിങ്ങിന് വേണ്ടി എന്ത് ചെയ്ത്? ദൈവത്തെ ഒഴിവാക്കി. അതും ദൈവത്തെ അംഗീകരിക്കണത് പോരായ്മയായിട്ട് കരുതിയതാണ്. ജെയ്സൺ പറയുന്നുണ്ട്, എൻ്റെ വളർച്ച എൻ്റെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ ധരിച്ചത് കൊണ്ടാണെന്ന്. നല്ല ഷെഫല്ലേ പുള്ളി. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആകാം. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകാം, നല്ല ബുദ്ധി ഉണ്ടാകാം. നിങ്ങളുടെ മാർക്ക് വർഷം നിങ്ങളുടെ ഇത്രയും നല്ല നിങ്ങളുടെ മാർക്കെല്ലാം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടാകാം. പക്ഷെ ദൈവത്തിന് നിങ്ങളുടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാത്തെങ്കിൽ നിങ്ങളിങ്ങനെ ഇതിൻ്റെ പുറകെ പോയി വല്ല ശാസ്ത്രജ്ഞ വല്ലതൊക്കെ ആയിട്ട് കുറച്ചുമ്പോൾ ചത്തുപോകാൻ പറയും. ദൈവമാണ്. പക്ഷേ നിങ്ങളിൽ ദൈവത്തിന് ആകർഷണമായ എന്തെങ്കിലും കണ്ടൻറ്റ് വൈസ് നിങ്ങളുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അത് ക്രിസ്തു നിങ്ങളെ കൈമോശവരായിരിക്കാൻ സൂക്ഷിക്കും. ക്രിസ്തുവില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ദൈവത്തിന് റിസ്ക് ഇല്ല കാര്യത്തിൽ. എവിടെയെങ്കിലും പോയി തൊലയണമെന്ന് പറയും, നോ പ്രോബ്ലം. ക്രിസ്തുവിനുള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനാലിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണ്, വീണ്ടെടുക്കപ്പെട്ടവളാണ് ഞാനെന്ന രീതിയിൽ ക്രിസ്തുവിനോടൊരു വിശ്വാസവും ഒരു സ്നേഹവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പേരിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ വാക്കിന് അനപേക്ഷിതമായിട്ട് ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ്. അതിനെ ഉദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴെങ്കിലുമായിട്ട് ഞാൻ ദൈവത്തിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ ഉള്ളൊരു മാനസിക അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ള ആൾക്കാരാണ്. ക്രിസ്തുവുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ദൈവം ആരെങ്കിലും നിശ്ചയിക്കും. അങ്ങനെയാണ് ഈ കൂട്ടുകാരൻ ജെയ്സൻ്റെ വീട്ടിൽ വരണത്. അപ്പോൾ ജെയ്സൺ പറയും, ശരി നിങ്ങൾ പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി, എന്നാൽ ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജെയ്സൺ വൈഫിനെയും കൂട്ടി വരും. വൈഫിനോട് പറയും, നമുക്ക് കൃപാസനത്തിൽ പോകാം. അപ്പോൾ വൈഫ് ചോദിക്കും, എന്തിനാ അല്ല ഉടമ്പടി എടുക്കാൻ? അല്ല അത് ഞാൻ എടുത്തോളാം, നീ എടുക്കണ്ട. അപ്പോൾ വൈഫ് ചോദിക്കും, നിങ്ങൾ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടില്ലേ, ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന്. നിങ്ങൾ അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ തീരുമാനം എടുക്കാമെന്നുള്ള തീരുമാനം എടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാമോ? എടുത്തിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ജെയ്സൺ പറയും, എൻ്റെ ലൈഫ് രണ്ടായി മാറുകയാണ്. എന്താണ്? ഉടമ്പടിക്ക് മുമ്പും ഉടമ്പടിക്ക് ശേഷവും. ഞാൻ ആദ്യം ചെയ്തത് ഞായറാഴ്ച എൻ്റെ കട പൂട്ടിയെന്ന് പറഞ്ഞു. അതാണ് തീരുമാനം. അതായത് നല്ല ടൂറിസ്റ്റ് സ്പോട്ടിൽ ആവശ്യത്തിന് കാശ് കിട്ടുന്ന കടയാണ്. ഞായറാഴ്ച ഞാൻ എൻ്റെ കട അടച്ചു, അതിൽ നിന്ന് കിട്ടുന്ന പൊന്നാണെങ്കിലും വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ തീരുമാനം കറക്റ്റായില്ലേ? അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ദൈവത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ ഉദ്ദേശം. എനിക്ക് ഞായറാഴ്ച നിൻ്റെ കുർബാനയും അതുപോലെ തന്നെ നിൻ്റെ ശുശ്രൂഷകളും മുടങ്ങിയിട്ട് ഉണ്ടാക്കുന്ന കാശ് എനിക്ക് വേണ്ട, എനിക്ക് കിട്ടുന്ന സമ്പത്തിനേക്കാൾ വലുതാണ് നീ എന്നുള്ള രീതിയിൽ ദൈവത്തിനൊരു വിശ്വാസത്തിലെടുത്ത്
ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ ലിവിങ് ബ്രെഡിൽ പറഞ്ഞായിരുന്നു, ഡെയിലി ബ്രെഡിൽ എന്താണ് ദൈവവിശ്വാസ ജീവിതത്തിൻ്റെ റിസ്ക് എന്താണ്. ഒന്നാമത്തെ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുന്നതാണ് റിസ്ക്. മനസ്സിലായില്ലേ? ദൈവവിശ്വാസ ജീവിതത്തിൻ്റെ റിസ്ക് എന്താണ്? നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കണം. ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്താ കാര്യം? ദൈവത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, മനുഷ്യന്മാരുടെ വിശ്വാസത്തിൽ വിശ്വാസമില്ലാത്ത ആളാണ്. യോഹന്നാൻ 2:24 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 2:24. യോഹന്നാൻ 2:24. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല, അവരിൽ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. ഇതാണ് കുഴപ്പം. ഈ കുഴപ്പം കിടക്കുന്ന കാലം നമ്മൾ തലകുത്തി മറിഞ്ഞാലും ദൈവം ഏക്കത്തില്ല. നമ്മൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും ഇനി മുമ്പ് കളിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ചെന്നാലും ഉരുളി നേർച്ച നടന്നാലും പറയും ഞാൻ അക്സെപ്റ്റ് ചെയ്യണില്ലെന്ന് പറയും. ഇതിൻ്റെ ദൈവവിശ്വാസ ജീവിതത്തിൽ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നു എന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ റിസ്ക് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. ജെയ്സൺ ഈ റിസ്കിൽ ആദ്യഘട്ടം വിജയിക്കുകയാണ്. എന്താണ്? കട പൂട്ടി. ഞായറാഴ്ച കടവുള്ള ദിവസങ്ങളിലും കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ആ ലാഭം വേണ്ടെന്ന് അവൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റായി. ദൈവത്തെ നമ്മുടെ വിശ്വാസത്തിൽ എടുക്കുന്നതിലെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റായി. കാര്യം നമ്മൾ കോൺക്രീറ്റായിട്ട് ആ വിഷയത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തല്ല, ഡെഫിനിറ്റ് സ്റ്റെപ്പ് എന്ന് പറയും. കോൺക്രീറ്റ് ആൻഡ് ഡെഫിനിറ്റ് സ്റ്റെപ്പ് ദൈവത്തെ വിശ്വസിപ്പിക്കുന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലിവിങ് ബ്രെഡ് നിങ്ങൾ കാണുന്നില്ലേ, എല്ലാ ദിവസവും ഉണ്ട്. അച്ഛൻ്റെ കൂടെ പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലാനുള്ളൊരു അവസരമാണത്. ആ ഡെയിലി ബ്രെഡ് അതാ ദിവസത്തുള്ള വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇപ്പം ജെയ്സൺ തന്നെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ രാത്രി കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളെ ഇൻ്റർവ്യൂ ആണ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അനുഗ്രഹ പ്രാർത്ഥന കണ്ടുകൊണ്ട് ഞാൻ വരും, എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല. ഡൽഹിയിലാണ് ഇൻ്റർവ്യൂ, ഷെഫിൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ അദ്ദേഹം മനസ്സിൽ തീരുമാനിക്കുകയാണ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കണ്ടുകൊണ്ട് ഞാൻ വരും, എനിക്ക് വേറെ ആസ്തിയൊന്നുമില്ല, ആ അനുഗ്രഹത്തിലാണ് ഞാൻ വന്നത്, നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ജീവിതം ഈ രീതിയിലാണ് ഇപ്പോൾ പോണതെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ജെയ്സൺ ഓൺ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ഇന്നത്തെ ഈ പ്രാർത്ഥനയുടെ ആശീർവാദം മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ദൈവത്തോട് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ ഞാൻ ഈ സമയത്ത് അനുഗ്രഹിക്കണമെന്ന് പറയും. ഇതാണ് ദൈവമേഖല എന്ന് പറയണത്. കണ്ട, ദൈവത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങളെല്ലാം മാറണം. കണ്ടില്ലേ? രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ജെയ്സൺ മുട്ട എന്നുണ്ട് ലിവിങ് ബ്രെഡ് കൂടുമ്പോഴാണ് ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി ആശീർവദിക്കണത്. ഇൻ്റർവ്യൂ പോകുന്ന എല്ലാവരും ആശീർവദിക്കുകയാണ്. അപ്പോൾ ജെയ്സൺ അതിനുശേഷം ഡൽഹി ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഡൽഹിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇൻ്റർവ്യൂ പോകുമ്പോൾ ജെയ്സൺ പറയണത്, ഞാൻ 1/2 മണിക്കൂർ കസറിയെന്ന്. അവർ ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ ആണ്. ആദ്യത്തെ 12 മിനിറ്റ് ആദ്യത്തെ 12 പേര് ചികിത്സിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയാണ്. അവരാരും എടുത്തില്ല. സംസാരിക്കാൻ പോലും 2-3 പ്രാവശ്യം സംസാരിച്ച് അവരെല്ലാം 5-6 പേര് ഇൻ്റർവ്യൂ ഇരിക്കും. ഇൻ്റർനാഷണൽ ഇൻ്റർവ്യൂ അല്ലേ. ആദ്യത്തെ സെക്ഷനിൽ നോക്കുമ്പോൾ ആൾക്കാർ ചുരുവരാന്ന് ഇൻ്റർവ്യൂവിന് പോകണതും കാണാം, ഇറങ്ങി വരുന്നതും കാണാം. എല്ലാം റിജക്റ്റഡ് ആണ്. ഭയങ്കര ഷാർപ്പ് ഇൻ്റർവ്യൂ ആണ്. ഞാൻ ചെന്നതിന് ശേഷം എന്നോട് അവരൊന്നും പറഞ്ഞില്ല. എന്നോട് സംസാരിക്കാൻ അനുഭവിച്ചു. ഞാൻ 1/2 മണിക്കൂർ സംസാരിച്ചെന്ന്. ചോദിക്കുന്ന എല്ലാത്തിനും മറുപടി പറഞ്ഞു. എന്നിട്ട് എല്ലാത്തിനും മറുപറയുകയും ചെയ്തും എല്ലാം കഴിഞ്ഞ പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന്. അപ്പോൾ ദൈവമേഖല ഒരു മനുഷ്യൻ്റെ ജീവിതം തീർന്നിട്ട് തിരിച്ചു വന്ന കണ്ടില്ലേ? തീർന്നിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ തീർന്നെന്ന് വിചാരിക്കുമ്പോൾ തീർന്നെന്നല്ല ശരിക്കും പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. സാക്ഷികളായി